അപ്പൊ വീട്ടിൽ എളുപ്പത്തിൽ ഒരു മന്തി ഉണ്ടാക്കി എടുത്താലോ? അതിനായിട്ട് ആദ്യം ഒരു പാത്രം വെച്ച് കൊടുക്കുക. 1 കിലോ ബസ്മതി റൈസ് എടുക്കുന്നുണ്ട്. അതൊന്ന് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. ഒരു ചെറിയ ചെമ്പ് എടുക്കുക. അതിലേക്ക് ഒരു 1.25 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പ്, കുറച്ച് ഏലക്ക, 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു ഉണക്കനാരങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാതെ പോലെ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കുക. അരി വേവിച്ചെടുക്കാം. അരി തിളച്ച് വന്നാൽ അതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 5-6 ഏലക്കായി, അത്ര തന്നെ ഗ്രാമ്പൂ, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി മാറ്റി വെച്ച ചിക്കനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പൊ ചിക്കൻ വന്നു കഴിഞ്ഞാൽ ഊറ്റി വെച്ച ചോറ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഒരു 4-5 പച്ചമുളക് ഇതേപോലെ കുത്തി കൊടുക്കുക. പിന്നെ പുക സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കനലും വെച്ചെടുത്തിട്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നന്നായിട്ട് പുക. പിന്നെ മൂടി വെച്ചിട്ട് എന്തെങ്കിലും കനം വെച്ച് കൊടുക്കുക. ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റിന്റെ ആവിയേറ്റി കൊടുക്കുക. പിന്നെ ദമ്മ് പൊട്ടിച്ചിട്ട് അതിന്റെ ചോറ് മാത്രം കോരിയെടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് ചിക്കനും കോരിയെടുക്കുക. പിന്നെ ആ പാത്രത്തിലേക്ക് നമ്മൾ ഊറ്റി വെച്ച ചോറിന്റെ കൊടുക്കുക. നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുത്തോളി. ഇതിന്റെ ഒപ്പം തന്നെ ഒരു ലൈക്കും തന്നോളി. ഇത്ര പണിയുള്ള എളുപ്പത്തിൽ വീട്ടിൽ നമ്മൾ അടിപൊളി ഒരു മന്തി ഉണ്ടാക്കി എടുത്തു. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.